ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫിബ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പലയിടത്തും നമ്മൾ ഫിബ് യൂസ് ചെയ്യുന്ന പല രീതികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഫിബ് യൂസ് ചെയ്യുന്ന ഒരു രീതി, അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് റൂൾസ് കാര്യങ്ങൾ, അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എൻട്രിക്ക് അത്രയധികം വിൻ റേറ്റ് കിട്ടും. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ കുറച്ചധികം സ്ട്രാറ്റജികൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, വെയിൽ സ്കോപ്പ് എൻട്രി മോഡൽ, അങ്ങനെ കുറച്ചധികം വിൻ റേറ്റ് കൂടിയ എൻട്രി മെത്തേഡ്സ്. അപ്പോൾ ആ ഒരു എൻട്രി മെത്തേഡ്സിനാണെങ്കിൽ പോലും വളരെയധികം വിൻ റേറ്റ് കൂടുതലാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ സ്ട്രാറ്റജിയിലെയും അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എൻട്രി പുഷ് ചെയ്യുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിലധികം കാര്യങ്ങൾ നമ്മളവിടെ യൂസ് ചെയ്യും, കുറച്ചധികം റൂൾസ് നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എൻട്രി പുഷ് ചെയ്യുമ്പം ഇത്രയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കി നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുമ്പം ആ ഒരു എൻട്രിക്ക് അത്രയധികം വിൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ഓരോ സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സ്ട്രാറ്റജി. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ ബേസിക്കായിട്ട് നമ്മൾ എന്താണ് ഇമ്പൾസീവ് ആൻഡ് കറക്റ്റീവ് വേവ്സ്, അതുപോലെ തന്നെ ഹൗ ടു കറക്റ്റ്ലി അപ്ലൈ റിട്രേസ്മെൻറ്റ് ടൂൾ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റിൽ വാട്ട് ഈസ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം സോൺസ്, ദ സൈക്കോളജി ബിഹൈൻഡ് ദം, പിന്നെ ഹൗ ടു യൂസ് ദം ഇൻ ട്രേഡിംഗ്, അതുപോലെ തന്നെ റിയൽ ചാർട്ട് എക്സാമ്പിൾ, ഹൗ ടു ട്രാക്ക് പ്രോഫിറ്റ് ടു ഗെയിൻ 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ. ഈ ഒരു എൻട്രിയുടെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം. എന്ന് വെച്ചാൽ, നമുക്ക് സേഫറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ, അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് ബേസിക്കിൽ നിന്ന് തുടങ്ങാം. ബേസിക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും. അപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്പൾസീവ് മൂവ് എന്താണ്, കറക്റ്റീവ് മൂവ്മെൻറ്റ് എന്താണെന്ന്. ഓക്കെ, അപ്പം ഒരു മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു അപ്പ് സൈഡിലോട്ടാണെങ്കിൽ, ഓക്കെ, ആ ഒരു ട്രെൻഡ് അപ്പ് സൈഡിലോട്ടാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള അപ്പ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിനെ ഇമ്പൾസീവ് മൂവ്മെൻ്റ് എന്നും, അതുപോലെ തന്നെ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റീവ് മൂവ്മെൻ്റ് എന്നും നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇമ്പൾസീവ് മൂവും, ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതൊരു കറക്റ്റീവ് മൂവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു അപ്പ് സൈഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ്, ഓക്കെ, അവിടെ സ്ട്രോങ് ആയിട്ട് ബൈ നടക്കുന്നത് കൊണ്ടാണ്, ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം, സ്ട്രോങ് ആയിട്ട് ബൈ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബൈ, ഓക്കെ, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടക്കുമ്പോൾ, ബൈ സൈഡിലോട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടക്കുമ്പോൾ മാർക്കറ്റിൽ നിന്നും ആൾക്കാർ, ഓക്കെ, ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് തരും, ആ ഒരു തിരിച്ച് മാർക്കറ്റ് ആ ഒരു കറക്റ്റീവ് മൂവ്മെൻറ്റ് തരും ബൈ സൈഡിലോട്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് ആ ഒരു സ്ട്രോങ് ബൈ നടന്ന് എവിടെ നിന്നാണോ പ്രോഫിറ്റ് ആൾക്കാർ ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്നും മാർക്കറ്റ് എന്താണ് ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് ഒരു കറക്റ്റീവ് മൂവ്മെൻറ്റ് വരും. ഇനി ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് തന്നു. ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൾക്കാർ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നപ്പോൾ ഒരു ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുമ്പോൾ, ഓക്കെ, മാർക്കറ്റ് തിരിച്ചൊരു കറക്റ്റീവ് മൂവ്മെൻറ്റ് തരും. ദെൻ അതിനുശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്യുമ്പോൾ അതൊരു ഇമ്പൾസീവ് മൂവും. ദെൻ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റ്, ഓക്കെ, കുറേ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, മെയിനായിട്ട് പറയുന്നത് എന്താണ്, ആ ഒരു സ്മാർട്ട് മണി, ഓക്കെ, അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് തിരിച്ചൊരു കറക്റ്റീവ് മൂവ്മെൻറ്റും തരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇമ്പൾസീവ് മൂവ്, എന്താണ് കറക്റ്റീവ് മൂവ്, അതിൻ്റെ ആ ഒരു ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റിൽ മാർക്കറ്റിൽ മെയിനായിട്ട് ബിഗ് ബോഡീസ് ആയിരിക്കും. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിഗ് ബോഡീസാണ്. ഓക്കെ, ബിഗ് ബോഡീസാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുഷ് ടു എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. മാർക്കറ്റ് എന്താണ്, നല്ല ഗ്രേറ്റർ ഡിസ്റ്റൻസ്, നല്ല ഡിസ്റ്റൻസ് മാർക്കറ്റ്
മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മാക്സിമം സെയിം കളേർഡ് ക്യാൻഡിൽസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ടുള്ള മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൽ നിങ്ങൾ ലൈവായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഓക്കെ, ലൈവായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, കറക്റ്റ് മൂവ്മെൻറ്റിൽ കൂടുതലും ഇൻഡിസിഷൻ ക്യാൻഡിൽസ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ മിക്സ്ഡ് കളേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ വിക്സ്. ഓക്കെ, അതുപോലെ തന്നെ സ്മാൾ ബോഡീസ്. ഓക്കെ, സ്മാൾ ബോഡീസ് കാണും. അതുപോലെ തന്നെ ഇൻഡിസിഷൻ ക്യാൻഡിൽസ്, മിക്സഡ് കളർ ക്യാൻഡിൽസ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റീവ് മൂവ്മെൻറ്റിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റീവ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഇമ്പൾസീവ് മൂവ്മെൻറ്റും നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന്, ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെ എത്തി. ഓക്കെ, പ്രൈസ് ഈസ് ഹൈ ആൻഡ് മേക്ക് കറക്റ്റ്. മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഏകദേശം ഇവിടെ മാർക്കറ്റ് ഈ ഒരു അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. എന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, മാർക്കറ്റ് ആ ഒരു കറക്റ്റ് മൂവ്മെൻറ്റ് താഴോട്ട് തരുമ്പോൾ നമുക്ക് ഏത് ഒരു റേഞ്ചിൽ നിന്നും മുകളിലോട്ട് അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് പുഷ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് നല്ല വിൻ റേറ്റ് ഒക്കെ കൂട്ടി, ഓക്കെ, നല്ല കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ പല പ്രൈസിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്താണ്, ഒരു MSS ഉണ്ടാവും, അതൊരു റിവേഴ്സലാവും. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഈ ഒരു സൈഡിലോട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് പല സൈഡിൽ നിന്നും, ഓക്കെ, പല പ്രൈസിൽ നിന്നും മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വെയർ ഷുഡ് ബി പ്ലേസ് അവർ ലോങ് പൊസിഷൻ ആൻഡ് എൻ്റർ ദ മാർക്കറ്റ്. അതായത് ഈ ഒരു റേഞ്ചിനകത്ത് നമുക്ക് എവിടെ നിന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ അപ്സൈഡിലോട്ട് നല്ലൊരു ട്രേഡ് പുഷ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് മാർക്കറ്റ്, ഇവിടെ എത്തിയ മാർക്കറ്റ് ഏകദേശം താഴോട്ടിറങ്ങിയതിന് ശേഷം ഇവിടെ മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, എന്ത് തന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. പലരും ഇവിടുന്ന് ഒരു എൻട്രി പുഷ് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്യും, ഒരു എൻട്രി പുഷ് ചെയ്യും. അങ്ങനെ എൻട്രി പുഷ് ചെയ്താൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഓക്കെ മാർക്കറ്റ് താഴോട്ടിറങ്ങി ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ട്രേഡ് വിന്നാകുന്നതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് ചാൻസ് കൂടുതൽ. ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കാം. ഓക്കെ, അപ്പം അവിടെ ഏറ്റവും ചാൻസ് കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫിബ് ടൂളാണ്. ഫിബ് ടൂൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റേഞ്ചിന്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 0 കാണാം. ഓക്കെ, 61.8%, 78.6%, അതുപോലെ തന്നെ 1, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിൽ നിന്നും ഈ ഒരു എൻഡ് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഫിബ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, ഇവിടെ നമ്മൾ 0 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 15 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ 15 നമ്മൾ ഇക്വിലിബ്രിയം ലെവലായിട്ട് എടുക്കും. ഓക്കെ, 15 താഴോട്ട്, അതായത് 0യിൽ നിന്നും 50 വരെ നമ്മൾ പ്രീമിയം റേഞ്ചായിട്ടും 1ൽ നിന്നും 50 വരെ നമ്മൾ ഡിസ്കൗണ്ട് റേഞ്ചായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ എൻട്രിയുടെ ആ ഒരു വിൻ റേറ്റും കാര്യങ്ങളും നമ്മൾ കൂട്ടുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു ഇമേജ് നോക്കിയപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി നിങ്ങൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു പ്രീമിയം റേഞ്ചിലായതുകൊണ്ടാണ്. ഓക്കെ, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയം റേഞ്ചായിട്ടും ഡിസ്കൗണ്ട് റേഞ്ചായിട്ടും നമുക്കിവിടെ എടുക്കാം. ഓക്കെ,
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് 15 എന്തായിട്ട് എടുക്കാം, ഒരു ഇക്വിലിബ്രിയം ലെവലായിട്ട് എടുക്കാം. ഓക്കെ, 0 to 50 വരെ പ്രീമിയം റേഞ്ചും അതുപോലെ തന്നെ 50 to 1 വരെ ഡിസ്കൗണ്ട് റേഞ്ച് ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ എൻട്രി അത്രത്തോളം വിൻ റേറ്റ് കൂടാനുള്ള ചാൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സേഫ് എൻട്രി. എന്തുകൊണ്ട് സേഫ് എൻട്രി എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വന്ന് നിന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ സ്റ്റാർട്ട്, ഇവിടെ എൻഡ്. അങ്ങനെ നമ്മളിവിടെ സ്റ്റാർട്ട് എടുത്തു, ഇവിടെ എൻഡ് എടുത്തു. നമ്മളിവിടെ ഫിബ് യൂസ് ചെയ്യുന്നു. ഫിബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന്, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അവിടെ വേറെ സെറ്റപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അതൊന്നാമത്തെ കാര്യം. മുകളിലോട്ട് ഒരു എൻട്രി പുഷ് ചെയ്യാൻ. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ഏകദേശം എവിടെ എത്തി, ഒരു 50%. നമ്മൾ നേരത്തെ പറഞ്ഞു 50 to 1 വരെ എന്താണ് ഒരു ഡിസ്കൗണ്ട് ഏരിയ ആണ്, അതിന് മുകളിലോട്ട് പ്രീമിയം ഏരിയ ആണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ മാർക്കറ്റ് ആ ഒരു 50% വന്ന് ടാപ്പ് ചെയ്തു, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എൻട്രിക്ക് വളരെയധികം വിൻ റേറ്റ് കൂട്ടണമെങ്കിൽ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി എടുത്തിട്ട് അതിൻ്റെ കൂടെ മറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് സ്ട്രാറ്റജികൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് വേണം, അതിൻ്റെ കൂടെ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി കൂടി നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം ആ ഒരു എൻട്രിക്ക് വിൻ റേറ്റ് കൂടുതലാണ്. അത് പക്കയാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റിൽ എൻട്രി എടുത്ത ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ ഇറങ്ങി മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ എൻട്രി നമ്മൾ പുഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് കാര്യം, ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് വൺ സേഫർ എൻട്രി. ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സേഫായിട്ടുള്ള എൻട്രിയാണ്. രണ്ടാമത്തെ കാര്യം ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോയുടെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ച് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്യുക. അപ്പം ഇവിടം വരെ, അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറിയതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് അല്ലെങ്കിൽ സെൽ സൈഡിലോട്ട് നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ നോക്കുക. അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു റേഞ്ചിൽ, അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണ്. അങ്ങനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാര്യം മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് ഏത് പൊസിഷനിലാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് നോക്കുകയാണ് 1 to 50%. അപ്പം ഇവിടെ ഫസ്റ്റ് കാര്യം നമുക്ക് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇവിടെ പുഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചാണെങ്കിൽ നമുക്ക് ഇവിടെയും പുഷ് ചെയ്യാം. നമ്മളതുപോലെ തന്നെ ഇവിടെ പ്രീമിയവും ഡിസ്കൗണ്ടും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, ഫിബ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി പുഷ് ചെയ്താൽ വിൻ റേറ്റ് കുറവാണ്, സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. അതായത് നമ്മൾ ഇതിന് മുകളിലോട്ട് ഈ ഒരു റേഞ്ചിനകത്ത് നമ്മൾ ആ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിനകത്ത് നമ്മൾ ആ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുതലാണ്. ഇവിടെ നമ്മൾ എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവാണ്. മാക്സിമം ഇവിടെ നിന്നൊക്കെ എൻട്രി പുഷ് ചെയ്യുന്നവർ ഏകദേശം ഈ റേഞ്ചൊക്കെ ആകുമ്പം ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം. അപ്പം അവിടെ അത്രത്തോളം റിസ്ക് റിവാർഡ് റേഷ്യോ കുറവാണ്. നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വരുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മളെ വിൻ റേറ്റ് വളരെയധികം കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫർ എൻട്രി. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കിവിടെ റിസ്ക് റിവാർഡ് റേഷ്യോയും അത്രത്തോളം ഉണ്ട്. അപ്പം ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ. ഇനി നെക്സ്റ്റ് കാര്യം സേഫർ സ്റ്റോപ്പ് ലോസ്. അതായത് എന്തുകൊണ്ട് സേഫർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് മാർക്കറ്റ് ബൈ സൈഡിലോട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വന്ന് എൻഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്വിംഗ് ലോ ആണ്. ഇത് ആ ഒരു സ്വിങ്ങിൻ്റെ ഹൈ ആണ്. മാർക്കറ്റ് ഇവിടുന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, താഴോട്ടിറങ്ങി വരുന്നു.
താഴോട്ടിറങ്ങി മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിന് മുകളിലായിട്ട് എന്തായിരിക്കും? പ്രീമിയം റേഞ്ച് ആയിരിക്കും. ഓക്കെ, ഈ ഒരു റേഞ്ചിന് താഴെയായിട്ട് എന്തായിരിക്കും? ഡിസ്കൗണ്ട് റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിൽ അതായത് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിന് താഴെയായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു റേഞ്ചിന് മുകളിലായിട്ട് എന്ത് വരും? പ്രീമിയം റേഞ്ച് വരും. ഈ ഒരു റേഞ്ചിന് താഴെയായിട്ട് ഡിസ്കൗണ്ട് ഏരിയ വരും. അപ്പം സ്വിംഗ് ലോ ഇവിടെ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് എൻട്രി പുഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്വിംഗ് ലോയ്ക്ക് തൊട്ട് താഴെ വെക്കാം. ഓക്കെ, അതായത് ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ മാർക്കറ്റിൽ ആ ഒരു ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അതായത് മറ്റ് സെറ്റപ്പുകളും കാര്യങ്ങളും ഡൗൺ സൈഡിലോട്ടുള്ള സപ്ലൈയോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്വിംഗ് ലോ ഇവിടെ ഉണ്ട്. നമുക്ക് സ്വിംഗ് ലോയ്ക്ക് താഴെയായിട്ട് എന്ത് വെക്കാം? സ്റ്റോപ്പ് ലോസ് വെക്കാം. അതൊരു സേഫർ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കി ആ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മളെ എൻട്രിക്ക് അത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഒരു ഡൗൺ സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിൽ നമ്മളിപ്പം ഡിസ്കൗണ്ട് ഏരിയ പഠിച്ചു. ഓക്കെ, പ്രീമിയം ഏരിയ പഠിച്ചു. എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു പ്ലസ് പോയിൻ്റ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ടൊരു പമ്പിങ് സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റ് ഇവിടെ വന്ന് ആ ഒരു പമ്പിങ് സ്റ്റോപ്പായി, എൻഡായി. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? മാർക്കറ്റ് മുകളിലോട്ട് കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്കൗണ്ട് ഏരിയ, പ്രീമിയം ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് കയറി വരുമ്പോൾ, മാർക്കറ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ, ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കൊരു ഈക്വൽ ഹൈ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഒക്കെ കിട്ടുകയാണെങ്കിൽ, എന്താണ് ഈക്വൽ ഹൈ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയകളൊക്കെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ ഈ ഒരു കാണിച്ചേക്കുന്ന രീതിയിലൊക്കെ മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യം ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ആ ഒരു എൻട്രി എടുത്ത് വെച്ച് നല്ലതുപോലെ നമുക്കിരിക്കാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഈക്വൽ ഹൈ തന്നു. ആ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ അപ്സൈഡിലോട്ട് മാർക്കറ്റ് ഈക്വൽ ലോയൊക്കെ തന്നതിന് ശേഷം ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. ആ ഒരു എൻട്രിക്ക് അത്രയധികം വിൻ റേറ്റും കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ മാർക്കറ്റ് ഇവിടെ അപ്സൈഡ് മൂവ്മെൻ്റ് ആണ്. അപ്സൈഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടം വരെ വന്നു, ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ തന്നു. നേരെ മറിച്ച് നമ്മളത് മാറ്റിയിട്ട് ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തരുന്ന മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ, അതായത് സെൽ സൈഡിലോട്ട് തരുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ നല്ലൊരു റിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. നല്ലൊരു റിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു ടേണിംഗ് പോയിൻറ്റ്, ദെൻ ഈ ഒരു ടേണിംഗ് പോയിൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് നമുക്കൊരു അപ്സൈഡിലോട്ടൊരു എൻട്രി എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഈ ഒരു എൻഡ് വരെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫിബ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം. മാറ്റിയതിനു ശേഷം മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ച് വരെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു. മാർക്കറ്റ് ആ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഒരു പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതേ ഉള്ളൂ. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ച് വരെ എന്ത് തന്നു, ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് കറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു, ഇവിടെ ഒരു ചോച്ച് വന്നു. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെ വന്നു. അപ്പോൾ അങ്ങനൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങൾ അപ്സൈഡിലോട്ട് എൻട്രി പുഷ് ചെയ്യാൻ നിൽക്കരുത്.
ഓക്കെ, അതിലും കൂടുതൽ നമുക്ക് വേണ്ടത് പ്രോഫിറ്റാണ്, നമുക്ക് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ മാർക്കറ്റ് എന്താണ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അടിച്ച ആ ഒരു ഏരിയയിൽ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്ത് മുകളിലോട്ട് നെക്സ്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കും. അപ്പോൾ ആ ഒരു എൻട്രിക്ക് അത്രയധികം വിൻ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് റിയൽ ചാർട്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ നല്ല അപ്സൈഡ് മൂവ്മെൻറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, നല്ല അപ്സൈഡ്, നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കാണാം. ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയേക്കുന്നത് കാണാം. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ഒരു സ്മാൾ പുൾ ബാക്ക് ആണ്. ആ ഒരു സ്മാൾ പുൾ ബാക്ക് ആയതുകൊണ്ട് എന്താണ് ആ ഒരു സ്ട്രോങ് ട്രെൻഡിങ് മാർക്കറ്റാണ്. ഓക്കെ, ദെൻ മാർക്കറ്റ് പിന്നെയും നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ്, ദെൻ ഒരു സ്മാൾ പുൾ ബാക്ക് തന്നു. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷേ പല റീറ്റെയിൽ ട്രേഡേഴ്സും നോക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം സ്ട്രോങ് ട്രെൻഡിങ് മാർക്കറ്റ്, അതുപോലെ തന്നെ വീക്ക് ട്രെൻഡിങ് മാർക്കറ്റ്. വീക്ക് ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പുൾ ബാക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് പുൾ ബാക്ക് തന്നേക്കുന്നത് ഭയങ്കര ഹെവി ആയിട്ടാണ്. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പിന്നെ പുൾ ബാക്ക് തന്നു, അതും നല്ല ഹെവി ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇതൊരു വീക്ക് ട്രെൻഡിങ് മാർക്കറ്റിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു, നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് ഇവിടെ 1, 2, 3 ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നു. ഇതൊക്കെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൻ്റെ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ ഒരു 3 FEG കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഏത് FEG നമ്മൾ ചൂസ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് FEG യൂസ് ചെയ്യുന്നില്ല, ഏത് FEG യൂസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യമാണ്. ഓക്കെ, ചിലർ ഈ FEG യൂസ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അവിടെ നിന്നുള്ള മാർക്കറ്റിൻ്റെ പമ്പിങ് ആയിട്ട് ചിലപ്പം ഈ FEG യൂസ് ചെയ്യുമായിരിക്കും. അങ്ങനെ പലരും പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ചിലരൊക്കെ ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് വെക്കും, അതൊക്കെ മണ്ടത്തരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ എൻഡിങ് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫിബ് യൂസ് ചെയ്യും. ഫിബ് എടുത്തതിന് ശേഷം ആ ഒരു പ്രീമിയം ഏരിയ, ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ എടുക്കുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഏരിയയിലായിരിക്കും ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ വരുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഈ ഒരു 2 FEGയിൽ മാർക്കറ്റ് ഏത് FEG വന്ന് റിജക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ FEG നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റിൽ അത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു FEG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ റിജക്ഷൻ കാണാം. ഓക്കെ, നല്ല റിജക്ഷൻ കാണാം. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയേക്കുന്നതാണ്. ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാർക്കറ്റ് കിട്ടിയാൽ നിങ്ങൾ എൻട്രി ധൈര്യമായിട്ട് എടുത്തോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം വിൻ റേറ്റ് കൂടിയ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒന്നാമത്തെ കാര്യം ഡിസ്കൗണ്ട് ഏരിയയിലാണ്, രണ്ടാമത്തെ കാര്യം FEGയിലാണ് മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് പമ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ അതുപോലെ US ഡോളറിൻ്റെയും ഓക്കെ പൗണ്ട് ഡോളറിൻ്റെ ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമ്മൾ 4 അവറിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്ന് താഴോട്ട് പോയേക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നും ഇവിടം വരെ ഓക്കെ എന്താണ് ആ ഒരു റേഞ്ച് വരെ നമുക്ക് എടുക്കാൻ പറ്റും. എന്തെടുക്കാൻ പറ്റും, കാര്യം എന്ന് വെച്ചാൽ റീസെൻറ്റ് ബിയറിഷ് ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു നമ്മൾ ഫിബ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചു, എന്താണ് ഫിബ്. ഓക്കെ, കൊണ്ടുവന്ന് വെച്ചതിനു ശേഷം മാർക്കറ്റ് ദെൻ അവിടുന്ന് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റേഞ്ചിൽ നിന്ന് പിന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ താഴോട്ട് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫിബ് നമ്മൾ കുറച്ചുകൂടി
വലുതാക്കിയതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തു വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുന്ന് മാർക്കറ്റ് കറക്റ്റ് മൂവ്മെൻറ്റ് തരുന്നോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫിബ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് വന്ന് നിന്നതിന് ശേഷം നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് 4 അവറിലാണ്. ഓക്കെ, എന്താണ് 4 അവറിലാണ്. ഓക്കെ, കൂടാതെ തന്നെ ആ ഒരു FEGക്ക് മുകളിലായിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തും കൂടി കാണാൻ പറ്റും, ആ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി കാണാൻ പറ്റും. ഓക്കെ, എന്താണ് മാർക്കറ്റ് ഒരു FEG തന്നത് കൊണ്ടും നമുക്കതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് എന്തെടുക്കാം, ആ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം. അപ്പം ഈ ഒരു റേഞ്ച് നിൽക്കുന്നത് എവിടാണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ FEG എപ്പോഴാണ് 4 അവറിൽ. അപ്പം ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നടക്കേണ്ട കാര്യം, ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നതിന് ഒരു രീതിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ഒരു FEG നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെവിടെ ആയിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് പ്രീമിയം സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു FEG അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, നമുക്ക് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതായും മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മാർക്കറ്റ് ഈക്വൽ ഹൈ തന്ന് ആ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈക്വൽ ഹൈ ഉണ്ട്, മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയതിനു ശേഷം നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി തന്നു. ഓക്കെ, ലിക്വിഡിറ്റി തന്നതിന് ശേഷം മാർക്കറ്റ് താഴേന്ന് മുകളിലോട്ട് കയറി ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് ഏരിയയിലായിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് വന്നു ആ ഒരു FEGയിൽ വന്ന് റിജക്റ്റ് ചെയ്തു 4 അവറിൽ. എന്താണ് ആ ഒരു 4 അവറിൽ ആ ഒരു FEGയിൽ വന്ന് റിജക്റ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളിതൊരു 1 അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ 4 അവർ സെറ്റപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് FEG ഓർഡർ ബ്ലോക്ക് കിട്ടി. ദെൻ നമ്മൾ ആ ഒരു 4 അവറിൽ മാർക്കറ്റ് വന്നു ആ ഒരു FEGയിൽ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നു റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളതൊരു 1 അവറിലോട്ട് കൺവേർട്ട് ചെയ്തു. 1 അവറിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ഓർഡർ ബ്ലോക്കിലായിട്ടും ആ ഒരു FEGയുടെ റേഞ്ചിലായിട്ടും മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, നമ്മൾ 1 അവറിൽ നോക്കുമ്പം ഈ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് കൂടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. അപ്പം ഈ രീതി നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കാര്യം ഈ ഒരു എൻട്രി മെത്തേഡ് മാർക്കറ്റിൽ പലപ്പോഴായിട്ട് സംഭവിക്കും. കാര്യം എടുത്താൽ വിൻ റേറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി. മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. മാർക്കറ്റ് ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. എപ്പം 1 അവറിൽ 4 അവറിൽ നമ്മൾ സെറ്റപ്പ് ബിൽഡ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 1 അവറിൽ നമ്മൾ നോക്കി നമുക്ക് എന്ത് കിട്ടി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അങ്ങനെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നുകൂടി നമ്മളുടെ ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് സ്ട്രാറ്റജി നമ്മളിവിടെ യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഏരിയ നമ്മളിവിടെ എടുത്തു. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഏരിയ നമ്മളിവിടെ എടുത്തു. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എവിടെ, നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഏരിയയിൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 50 മിനിറ്റ്സിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാര്യം നമ്മൾ
ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 4 hourൽ നമ്മൾ സെറ്റപ്പ് ബിൽഡ് ചെയ്തു, ദെൻ അതിനുശേഷം നമ്മൾ 1 hourലോട്ട് വന്നു. 1 hourലോട്ട് വന്നപ്പോൾ നമുക്കിവിടെ ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സ്ട്രാറ്റജി വീണ്ടും യൂസ് ചെയ്തു. വീണ്ടും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ വീണ്ടും നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ മാർക്കറ്റ് രണ്ടാമത് നമ്മളിനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 50 minutesലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. എന്ത് കിട്ടി? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. ഇനി മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് വെക്കാം. പക്ക സേഫർ സ്റ്റോപ്പ് ലോസ്, ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ഉറപ്പാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ 50 minutesൽ എത്തിയാൽ മതി. ഓക്കെ, ആ 50 minutesൽ വന്ന് ആ ഒരു FEG കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കോ എന്ത് സെറ്റപ്പാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു FEGയിൽ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. മാർക്കറ്റ് നല്ല സുഖമായിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വളരെയധികം വിൻ റേറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 4 hourൽ നമ്മൾ യൂസ് ചെയ്തു, 1 hourൽ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, 50 minutesൽ വന്ന് നമ്മൾ എൻട്രി പുഷ് ചെയ്തു. നല്ല ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും. എൻട്രി പാളിപ്പോകത്തില്ല, കൺഫേം കാര്യം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.